ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഡെയിലി വ്ളോഗായിട്ടാണ്. ഇതിൽ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങളായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കിച്ചണിൽ ഞാൻ നമ്മുടെ ഈ സ്പൂണുകളും ഇങ്ങനെ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഡ്രോയറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു 2 ആഴ്ചയെല്ലാം കൂടുമ്പോൾ, ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച അങ്ങനെയെല്ലാം കൂടുമ്പോൾ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും. എത്രയൊക്കെ നമ്മൾ ക്ലീനാക്കി വെച്ചാലും കുറച്ച് മെസ്സപ്പായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഗ്രാമ്പു ആട്ടാ. ഞാനിങ്ങനെ ഈ പാത്രങ്ങളെല്ലാം വെക്കണതിൻ്റെ ആ ഒരു ഡ്രോയേഴ്സിലും ഒക്കെ ഞാനിങ്ങനെ എപ്പോഴും ചില സമയത്തെല്ലാം ഗ്രാമ്പു അല്ലെങ്കിൽ 1-2 പീസ് പട്ട, ഇപ്പോൾ ഏലക്കായ ആണെങ്കിൽ അതിൻ്റെ ആ തോലില്ലേ അതൊന്ന് പൊളിച്ചതിന് ശേഷം, കുരു മാത്രമല്ല അതോടെ തന്നെ തോല് പൊളിച്ച് ജസ്റ്റ് ഒന്ന് ആ ഒരു മണം വരാനായിട്ട് അങ്ങനെ ഇട്ട് വെക്കും കേട്ടോ. അത് നമ്മുടെ ഈ പ്രാണികളൊന്നും ഇതിലേക്ക് വരാതിരിക്കാനായിട്ട് നല്ലതാട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ആ ഗ്രാമ്പു ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് കണ്ടപ്പോൾ, വീഡിയോയിൽ അത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനുശേഷം ആ ഒരു മാറ്റെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഈ ഒരു ഹാൻഡ് വാക്യൂം ക്ലീനർ കൊണ്ടിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു വാക്യൂം ക്ലീനർ ചെറിയൊരു വാക്യൂം ക്ലീനർ ആട്ടാ, നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആമസോണിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാണ് തോന്നുന്നു. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടാ. നമുക്ക് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ട്, ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആട്ടാ. അപ്പോൾ അതിനുശേഷം അതിലുണ്ടായിരുന്ന ആ ഒരു സ്പാച്ചുലാസും കയ്യിലും എല്ലാതും ഞാൻ ഒന്ന് ഡിഷ് വാഷറിലേക്ക് വെച്ചിട്ടൊന്ന് പെട്ടെന്നൊന്ന് വാഷ് ചെയ്തെടുക്കാമെന്ന് കരുതി. പിന്നെ ഈ ഒരു മെഷറിംഗ് കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഡിഷ് വാഷറിൽ വെക്കലില്ല. അത് കാരണം അതൊക്കെ ഒന്ന് കൈയും കൊണ്ടൊന്ന് കഴുകിയിട്ടൊന്ന് ഉണങ്ങാൻ വെച്ചതാ. പിന്നെ ഈ ഒരു സ്പൂണും ഫോക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ആ ഒരു ഡ്രോയറും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതൊക്കെ എത്ര ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചാലും അതിങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ വീടൊക്കെ എപ്പോഴും നല്ല വൃത്തിയിൽ, കിച്ചണൊക്കെ നല്ല ഇതായിട്ടിരിക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒരു വട്ടം ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതങ്ങനെ തന്നെ ഒരു വീട്ടിലും എനിക്ക് തോന്നണില്ല. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചണൊക്കെ അല്ലേ, അപ്പോൾ ഒരു വീട്ടിലും അങ്ങനെ നമ്മൾ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനും ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ 2 ആഴ്ച 3 ആഴ്ച എല്ലാം കൂടുമ്പോൾ എടുത്തിട്ട് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് വെക്കലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ നേരത്തെ കയ്യിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഡ്രോയർ വൃത്തിയാക്കി ഇട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ആ ഒരു ബോക്സുകളൊക്കെ വെച്ച ആ ഒരു കണ്ടെയ്നേഴ്സൊക്കെ ഇല്ലേ, ഇതിന് കണ്ടെയ്നേഴ്സ് എന്ന് പറയാൻ പറ്റിയ ഒരു എന്താ പറയുക, ട്രേസ് പോലെ ഇരിക്കുന്ന ഈ ഒരു ഇത് മുമ്പൊരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായി. ഇതും ഒക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഇത് കുറേ മുന്നേ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ലിങ്ക് ഉണ്ടാവില്ല എൻ്റെ അടുത്ത്, കിട്ടുകയാണെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കൽ. അല്ലാണ്ട് നമുക്കിങ്ങനെ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സാധനം ഇങ്ങനെ അല്ലാണ്ട് അതിന് ഡെപ്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് ഡെപ്ത് ഉണ്ടാവാത്ത കാരണം ഇപ്പം ഞാനൊക്കെ ഒരെണ്ണത്തിലേക്ക് ഒരു 3-4 എണ്ണം എല്ലാം വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഡെപ്ത് ഇല്ലാത്തതിലേക്ക് ആകുമ്പോൾ നമുക്ക് തീരെ വെക്കാൻ കഴിയൂല. ഈ ഒരു ടേണറൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു 2 എണ്ണം വെക്കുമ്പോൾ തന്നെ അത് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ മുമ്പ് എൻ്റെ അടുത്ത് അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ എപ്പോഴും ഇതിനകത്താകുമ്പോഴത്തേക്ക് നമുക്ക് നിറച്ച് സാധനങ്ങൾ ഒരു 4-5 സ്പാച്ചുലാസ് എല്ലാം ഒരെണ്ണത്തിൽ ഇട്ട് വെക്കാൻ പറ്റൂട്ട. അപ്പോൾ അതിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഈ നമ്മൾ ഓരോന്നൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കയ്യിലുകളൊക്കെ ഒരെണ്ണത്തിലേക്ക് ഇട്ട് വെക്കും. പിന്നെ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സ്പാച്ചുലസൊക്കെ വേറെ ഒന്നിലേക്ക് ഇട്ട് വെക്കും. പിന്നെ ഈ മെഷറിംഗ് കപ്പ് കാര്യങ്ങളൊക്കെ ഒന്നിലേക്ക്, പിന്നെ വിസ്ക്, ഓയിൽ ബ്രഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നിലേക്ക് ഇട്ട് വെക്കും കേട്ടോ. അങ്ങനെ 4 എണ്ണമാണ് ഞാൻ ഈ ഒരു ഡ്രോയറിൽ വെച്ചിട്ടുള്ളത്.
ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ഡ്രോയറും വലിപ്പമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കണ്ടെയ്നേഴ്സിനും കുറച്ചുകൂടി നല്ല ആഴമുണ്ട് കേട്ടോ. അത് അങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ് അത്. ഇതിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇതങ്ങനെ ഒതുങ്ങിയിരുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ സ്പാച്ചുലാസ് എല്ലാതും മൊത്തത്തിൽ നമ്മൾ അതിലേക്ക് വെക്കുകയാണെങ്കിൽ വലിഞ്ഞ് വാരിയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് കാരണം ഇങ്ങനെ നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല രസമല്ലേ. പിന്നെ സ്പൂണൊക്കെ വെക്കുന്നിടത്തേക്ക് ഞാനിങ്ങനെ ഫോർക്ക് ഒന്നിലേക്ക് സ്പൂൺ ഒന്നിലേക്ക് അങ്ങനെയൊക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ ഒരാഴ്ച എല്ലാം ഇങ്ങനെ ഇരിക്കുള്ളൂ. അത് കഴിയുമ്പോഴേക്ക് ഓരോന്നോരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ മെയിനായിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് മോള് ഒക്കെയാണ് കേട്ടോ. അവർ വന്നിട്ട് എടുക്കും. ശരിക്കും പറഞ്ഞാൽ അവർ നന്നായിട്ട് അത് വെക്കലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ തന്നെ അവരും അത് വെക്കും, അത് ഫോളോ ചെയ്യും കേട്ടോ. പക്ഷെ ചില സമയത്തെല്ലാം ഇപ്പം നമ്മൾ ഓർക്കണ പോലെ ഇവർ ഓർക്കൊന്നുമില്ല. പെട്ടെന്ന് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പോകും. അപ്പം അങ്ങനെ ഇത് മെസ്സപ്പ് ആവണത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു 2 ആഴ്ചയും 3 ആഴ്ച എല്ലാം കൂടുമ്പോൾ എടുത്തിട്ട് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് വെക്കും. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെല്ലാം ചെയ്ത് നോക്കൂട്ടാ. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ ചെയ്യൂ അതുപോലെ ചെയ്യുന്നൊന്നും പറയണത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം പറയാത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാ സ്പൂണെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്പൂണും പിന്നെ ഫോക്ക് പിന്നെ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഒരു ഡ്രോയറിലാട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡ്രോയർ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ സെർവ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന കൈലുകളും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫസ്റ്റ് ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ രണ്ടാമത്തേൽ വിസ്കുകളും പിന്നെ ഓയിൽ ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷുകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. മൂന്നാമത്തേൽ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സ്പാച്ചുലാസും വുഡനും സിലിക്കോണും അങ്ങനെയുള്ള എല്ലാ സ്പാച്ചുലാസും അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നാലാമത്തെ ഈ ഒരു ഇതിൽ മെഷറിങ് സ്പൂൺസും മെഷറിങ് കപ്പിൻ്റെ ഒരു സെറ്റും അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു സ്പേസിൽ ടോങ്സും പീലേഴ്സും ഒക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാക്കിലുള്ള സ്പേസിൽ പിസ്സ കട്ടറും ഗ്രേറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ തന്നെ കുക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് തുണികൾ കുർത്തകൾ 1-2 ഒന്ന് യൂസ് ചെയ്തത് കഴുകിയത് മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക വാർഡ്രോബിൽ അത് ഇരിക്കണം. അവിടെ കുറഞ്ഞൊന്ന് വലിഞ്ഞ് വാരിയിട്ടുണ്ട്. വലിഞ്ഞ് വാരിയല്ല, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മടക്കി വെക്കാന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നിന്നതാണ്. ഞാൻ എങ്ങനെയാണ് കുർത്തകളൊക്കെ മടക്കി വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. മുമ്പ് വീഡിയോ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ കാണിക്കുമെന്ന് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് മൊത്തത്തിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ കുർത്ത ഒന്ന് മടക്കി തരാം, ഞാൻ വാർഡ്രോബിനുള്ളിൽ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കുർത്ത ഇങ്ങനെ നമ്മുടെ ആ ബാക്ക് സൈഡ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഞാൻ വെക്കൂട്ടാ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബുക്ക് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഒരു ബുക്കോ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസോ എന്തെങ്കിലും വെച്ച് കൊടുക്കും, കുറച്ച് തിക്കായിട്ടുള്ള എന്തെങ്കിലും. അതിനുശേഷം 2 സൈഡും ആ ഒരു ബുക്കിൻ്റെ ഒരു പാകത്തിനനുസരിച്ചിട്ട് മടക്കൂട്ടാ. എന്നിട്ട് തിരിച്ച് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആയിട്ട് എനിക്ക് അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണില്ല. അത് കാരണമാണ്. ഇപ്പം ഇങ്ങനെ മടക്കി വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എനിക്കില്ലേ നമ്മൾ ഈ കുർത്തയൊക്കെ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ കടയിലൊക്കെ കുർത്തയൊക്കെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഈ ഒരു മടക്കി വെച്ചിട്ടുള്ള ഒരു ഷേപ്പില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ ഒരേ ഇതിലിങ്ങനെ ഇരിക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാനിതിങ്ങനെ മടക്കിയിട്ട് എൻ്റെ വാർഡ്രോബിൽ അങ്ങനെ വെക്കണതാട്ടാ. കണ്ട ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ തിരിച്ചിട്ടിട്ട് ഇനി ആ ബുക്ക് അങ്ങോട്ട് ഊരിയെടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഇരിക്കുന്ന ഇതല്ലാതെയും പലതരത്തിലും നമുക്ക് മടക്കാട്ടാ. പക്ഷേ ഞാനിത് ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങളിൽ ചിലർക്കെല്ലാം തോന്നുന്നുണ്ടാവാം ഇത്രയധികം എഫേർട്ട് ഇടേണ്ട ആവശ്യം. ഇത് ശരിക്കും അങ്ങനെ എഫേർട്ടൊന്നും ഇല്ല കേട്ടാ. ഇത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നതാ ഇതിന് എഫേർട്ട് ഉണ്ടെന്ന്. ഇത് 1-2 വട്ടെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഭംഗിയിൽ ഇരിക്കണ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ ഇങ്ങനെ മടക്കാനായിട്ട് നമുക്ക് ക്ലോത്ത് ഫോൾഡിങ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആമസോണിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ.
അതും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കാരണം ഞാനത് വാങ്ങിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പം ഇതിപ്പോൾ കുർത്ത മടക്കണം കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. ഇതിപ്പോൾ ചുരിദാർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നേരത്തെ കുർത്ത സെയിം പാറ്റേണിൽ തന്നെ മടക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക ബോട്ടവും ദുപ്പട്ടയും കൂടി വെച്ച് കൊടുക്കും. എന്നിട്ട് സെയിം മെത്തേഡിൽ തന്നെ അത് മടക്കിയെടുക്കും. നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല രസമല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഉച്ചക്കിലേക്കുള്ള കുക്കിങ്ങും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ ചെയ്തതിൻ്റെ ഇടയ്ക്ക് അത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് ഒക്കെ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം കൂടെ ഒരു എന്താ പറയുക മൊത്തത്തിലൊരു കൊളായിട്ട് കാണിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇതെടുക്കാഞ്ഞതാട്ടോ. അപ്പോൾ ഇത് ബിരിയാണി ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉള്ളി നെയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കാണിക്കണില്ല. നിങ്ങൾക്കൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒന്നും റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോൾ ആ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ചിക്കൻ കൂടി ഇട്ടിട്ടൊരു പകുതി വേവായപ്പോഴേക്ക് അതിലേക്ക് ഞാൻ എല്ലാതും തക്കാളിയും പുതിനയും മല്ലിയിലയും പിന്നെന്താ തൈരും എല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുമ്പെല്ലാം ഞാനിങ്ങനെ ഒരുമിച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ഒക്കെ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തക്കാളിയും തൈരും ഒഴിച്ചിട്ട് അതിനുശേഷം ഒന്ന് വഴറ്റിയെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യലുണ്ടായിരുന്നു. ഇപ്പം പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് ചെയ്യാട്ടോ. ഇങ്ങനെ ചെയ്തു വെച്ചിട്ടൊന്നും ടേസ്റ്റിനൊന്നും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരും അല്ല, ടേസ്റ്റ് പൊട്ടയാവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പകുതി വേവായപ്പോഴേക്കും അതിലേക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും അടച്ച് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. ഇനിയിപ്പോൾ അരി കൂടിയിട്ട് ഞാൻ അരി എന്താ പറയുക വറ്റിച്ചിട്ട് എടുക്കുക കേട്ടോ. അരി ഗീ റൈസ് വറ്റിച്ചിട്ട് അങ്ങനെ വാർത്തെടുക്കില്ലേ, അങ്ങനെ ചെയ്യലില്ല. ഞാൻ ആ ഒരു വെള്ളത്തിൽ വറ്റിച്ചെടുത്തിട്ട് ദം ചെയ്യൽ. അപ്പോൾ ഞാനിവിടെ ജീരകശാല അരി ഇല്ലേ, വയനാടൻ കൈമ എന്നൊക്കെ പറയില്ലേ, അതാട്ടോ അടുക്കൽ. ഞാനത് വാങ്ങിക്കലുള്ളൂ. അതിനി എങ്ങാനും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റേ നീണ്ടിട്ടുള്ള ബസ്മതി റൈസ് ഇല്ലേ, അത് വാങ്ങിക്കൂട്ടാ. ഇതാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു ചെറിയ റൈസ് തന്നെയാണ്. അപ്പോൾ കിട്ടുമ്പോഴൊക്കെ അത് തന്നെ വാങ്ങിക്കുള്ളൂ. അരിയെല്ലാം കഴുകിയിട്ട് ഞാനൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് കുതിർത്തി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് റൈസ് റെഡിയാക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്താട്ടോ. പട്ടയും ഗ്രാമ്പും ഏലക്കെല്ലാം ഇട്ടതിന് ശേഷം ഉള്ളി ചില സമയത്തെല്ലാം ഞാനിങ്ങനെ സവോള ഇടലുണ്ട്, ചിലപ്പോഴൊന്നും ഇടില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരി വെന്ത് വരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസില്ലേ അതും കൂടി ചേർത്ത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ വറ്റിച്ചെടുക്കല ചെയ്യൽ. വാർത്ത് കളയില്ല കേട്ടോ, വാർത്തെടുത്തിട്ട് അങ്ങനെ ചെയ്യില്ലേ. ചിലരെല്ലാം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യലില്ലേ, വെള്ളത്തിൽ നിന്ന് അത് കോരിയെടുത്തതിന് ശേഷം അങ്ങനെ ദം ചെയ്യില്ലേ, അതും നല്ലത് തന്നെയാണ്. പക്ഷെ ഞാനിതിങ്ങനെ എപ്പോഴും ചെയ്യല, അത് കാരണം അത് കാണിച്ചതാട്ടാ. അരിയും ചിക്കനും എല്ലാം റെഡിയായി വന്നപ്പോഴേക്ക് ഞാനത് ദം ചെയ്യാനും കൂടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കിച്ചണിൽ ഇപ്പോൾ ഒരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. കിച്ചണിലെ സ്പഞ്ചില്ലേ, നമ്മൾ പാത്രം എല്ലാം കഴുകാൻ യൂസ് ചെയ്യണേ, അത് ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഈ ഒരു ബോക്സിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. ഇങ്ങനെ ഒരു ബോക്സിലാക്കിയതിന് ശേഷം ഞാൻ എപ്പോഴും ഇത് സിങ്കില്ലേ, കിച്ചൺ സിങ്കില്ലേ, അതിൻ്റെ അടിയിലേക്കാണ് വെച്ച് കൊടുക്കൽ. നമുക്കതാണല്ലോ എടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത്. ഇതിപ്പോൾ നമുക്ക് ആമസോണിലും എല്ലായിടത്തും ഇങ്ങനെ ഒത്തിരി സെറ്റ് എന്താ പറയുക, നമുക്ക് എത്ര എണ്ണം വേണോ അതിൻ്റെ ഒരു സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ അത് വീഡിയോയിലൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഇതിലിട്ട് വെക്കണോ അറേഞ്ച് ചെയ്ത് വെക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മസ്റ്റൊന്നും അല്ല കേട്ടോ. നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതേ പാക്കറ്റിൽ ഇങ്ങനെ തന്നെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ അവിടെ നിന്ന് ഓരോന്ന് എടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കിതൊക്കെ ഇങ്ങനെ എപ്പോഴും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാനിങ്ങനെയൊക്കെ, പിന്നെ എടുക്കാനും വെക്കാനും ഒക്കെ സൗകര്യം ഇത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നില്ലേ.
എനിക്കങ്ങനെ തോന്നൂട്ടാ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തൊക്കൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പം തന്നെ ഒന്ന് പറ്റുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു, ബൈ.